നമസ്കാരം. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ലെഫ്റ്റ് ലിബറൽ പ്രൊഫൈലുകളൊക്കെ കണ്ണീരൊഴുക്കാൻ തുടങ്ങി. മലയാളികൾക്ക് അന്നം നൽകുന്ന സൗദിയേക്കാളും UAE-യേക്കാളും കുവൈറ്റിനേക്കാളും ഖത്തറിനേക്കാളും ഒക്കെ അവർക്ക് പ്രധാനപ്പെട്ടത് ഇറാനാണ്. അതുകൊണ്ട് അവർ കണ്ണീരൊഴുക്കുന്നു. ആ കണ്ണീരിനൊപ്പം നിന്നാലേ വോട്ട് കിട്ടൂ എന്ന് പിണറായി വിജയന്മാർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വിജയൻ ഇങ്ങനെയൊരു കുറിപ്പെഴുതി: ഇസ്രയേലും അമേരിക്കയും ഇറാനെതിരെ നടത്തുന്ന ആക്രമണത്തെയും പ്രത്യാക്രമണത്തെയും തുടർന്ന് ഗൾഫ് മേഖലയിലാകെ രൂപപ്പെട്ടിരിക്കുന്ന സംഘർഷാവസ്ഥയിൽ വലിയ ആശങ്കയാണ് ഉയർന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ പ്രവാസി മലയാളികൾക്ക് വേണ്ടി അടിയന്തരമായി ഇടപെടാൻ അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരാണ്. അതിൽ ഭൂരിപക്ഷവും നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവരുടെയും നാട്ടിലുള്ള കുടുംബാംഗങ്ങളുടെയും ആശങ്കകളെ അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുമുള്ള അടിയന്തര മുന്നൊരുക്കങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മോദി ഇടപെടണം എന്ന് പറഞ്ഞ് ആവേശം കൊള്ളുകയാണ് പിണറായി വിജയൻ. മാത്രമല്ല, ഇസ്രയേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണ്. ആ തെമ്മാടി രാഷ്ട്രത്തെ പാഠം പഠിപ്പിക്കണം എന്ന് പിണറായി വിജയൻ പ്രസംഗിച്ചു. നമ്മുടെ നാട്ടിൽ സാധാരണ തെമ്മാടികൾ സ്വീകരിക്കുന്ന നില ചില തെമ്മാടി രാഷ്ട്രങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുകയാണ്. ആ തെമ്മാടി രാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്നതാണ് ഏറ്റവും കടുത്ത അനുഭവം. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, സമ്പത്തുണ്ട്, യുദ്ധവെറി. പിന്നെ സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന് നേതൃത്വം കൊടുക്കേണ്ട മാനസികാവസ്ഥയുള്ളയാൾ തന്നെയാണോ അവിടെ നേതൃത്വം വഹിക്കുന്നത് എന്ന ശങ്ക. ഇതെല്ലാം കൂടി ഒത്തുവന്നപ്പോൾ ഭ്രാന്തമായ നടപടികളിലേക്ക് കടക്കുകയാണ്. ഒരു രാജ്യവും ചെയ്യുന്ന കാര്യമല്ല. ഇപ്പോൾ ഇറാന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാന് നേരെ ആക്രമണം നടത്താനുള്ള എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? ലോകത്തിനു മുന്നിൽ എന്തെങ്കിലും വസ്തുതകൾ അങ്ങനെ പറയാൻ കഴിഞ്ഞോ? ഏതെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞോ? തങ്ങൾക്ക് വിരോധമുള്ള രാഷ്ട്രങ്ങളെ വെച്ചു വാഴിപ്പിക്കില്ല എന്ന നിലയാണല്ലോ. ചൂരൽമലയിലെ മുണ്ടക്കയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ചടങ്ങിലാണ് ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും ബഹളം വെച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത്രയും വലിയൊരു തെമ്മാടി രാഷ്ട്രത്തിലേക്ക് എന്തിനാണ് പിണറായി വിജയൻ കൂടെ യാത്ര ചെയ്യുന്നത്? ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. രോഗം വന്നാൽ അമേരിക്കക്കാർ പോലും കേരളത്തിലേക്ക് ഓടിയെത്തും എന്ന് കൂടെ തള്ളുന്ന പിണറായി വിജയനും പാർട്ടി നേതാക്കളും എന്തിനാണ് അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പോകുന്നത്? എന്തിനാണ് പിണറായി മകനെ UAE-യിൽ കൊണ്ടുപോയി ജോലി ചെയ്യിപ്പിക്കുന്നത്? എന്തിനാണ് പിണറായി ഇടയ്ക്കിടെ അമേരിക്കയ്ക്കും ലണ്ടനും UAE-ക്കും ഒക്കെ പോകുന്നത്? UAE-യും അമേരിക്കയും ഒക്കെ ഒരുമിച്ച് നിന്നാണ് ഇറാൻ്റെ ഭീകരതയ്ക്കെതിരെ പോരാടുന്നത് എന്നോർക്കണം. ഇത്രയേറെ വിഷമമുണ്ടെങ്കിൽ, ഇത്രയേറെ സങ്കടമുണ്ടെങ്കിൽ പിണറായി ആദ്യം ചെയ്യേണ്ടത് ഈ തെമ്മാടി രാഷ്ട്രവുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ്. പിണറായി മാത്രമല്ല, MV ഗോവിന്ദനും വികാരഭരിതനാകുന്നുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്വം ലോകവ്യാപകമായി നടത്തുന്ന യുദ്ധം മനുഷ്യ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. ഇത് അവസാനിപ്പിക്കുന്നതിനുള്ള ശക്തമായ ജനകീയ സമ്മർദ്ദം ഉയർന്നു വരണം. സോവിയറ്റ് യൂണിയന് തകർച്ചയോടെ ലോക രാഷ്ട്രീയ രംഗത്ത് വന്ന അനിശ്ചിതത്വത്തെ ഉപയോഗപ്പെടുത്തി ഏകലോകക്രമം സ്ഥാപിക്കുന്നതിനുള്ള അമേരിക്കൻ പദ്ധതിയുടെ ഭാഗമായാണ് ലോകത്താകമാനം യുദ്ധപ്രഖ്യാപനവുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാഖിലും ലിബിയയിലും ഭരണാധികാരികളെ തന്നെ ഇല്ലാ കഥകളുണ്ടാക്കി കൊലപ്പെടുത്തിയ നിലയുണ്ടായി. വെനസ്വേലിയൻ ഭരണാധികാരിയെ തന്നെ തട്ടിക്കൊണ്ടുപോകുന്നതും നിലയും സ്വീകരിച്ചു. ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖൊമേനിയെയും കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്രായേലിനെ ഉപയോഗപ്പെടുത്തി പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് വഴങ്ങാത്തവരെയെല്ലാം തകർക്കുന്ന നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാനെതിരെയും യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. ലോകത്തെ വിഭവങ്ങളെ കൈപ്പിടിയിലാക്കുകയെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ തകർക്കുന്ന നയം സ്വീകരിക്കുന്നത്. ഗാസയിലും ഉക്രൈനിലും ചോരപ്പുഴ ഒഴുക്കുന്നതിന് കാരണമായി തീർന്നത് അമേരിക്കയുടെ നയതന്ത്രം തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധാന്തരീക്ഷം ഏറെ ആശങ്ക ഉളവാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ മാഷിൻ്റെ ഡയലോഗും നീളുന്നു. മാഷോടും ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ തെമ്മാടി രാഷ്ട്രവുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ആരാണ് തടസ്സമെന്നതാണ്. മാത്രമല്ല, നിങ്ങൾ എന്തിനാണ് മോദിയുടെ സഹായം തേടുന്നത്? മോദി അറിയപ്പെടുന്ന ഒരു ഇസ്ലാം വിരുദ്ധനാണല്ലോ. മോദിക്ക് മുസ്ലിമുകളെ കണ്ടുകൂടാ, മുസ്ലിം വംശഗതിയാണ് മോദിയുടെ അജണ്ട എന്നൊക്കെ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും നിങ്ങളല്ലേ. അപ്പോൾ പിന്നെ മോദി പറഞ്ഞാൽ ഇറാൻ കേൾക്കുമോ? ഇറാനോട് പറയാനുള്ള ബന്ധം മോദിക്കില്ലല്ലോ. ഇസ്ലാമിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട്
നിങ്ങളല്ലേ സ്ഥിരം കണ്ണീരൊപ്പുന്നത്? നിങ്ങളല്ലേ അമേരിക്കയ്ക്കെതിരെ നിലപാടെടുക്കുന്നത്? നിങ്ങളല്ലേ ഇസ്രായേലിൻ്റെ വംശഗതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത്? നിങ്ങളുടെ പാർട്ടി അന്താരാഷ്ട്ര പ്രസ്ഥാനമാണല്ലോ. നിങ്ങൾക്ക് ഇറാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പറഞ്ഞ് ഈ സമാധാനം കൊണ്ടുവരരുതോ? നിങ്ങൾ എന്തിനാണ് മോദിയെ ശല്യപ്പെടുത്തുന്നത്? മോദി അമേരിക്കയ്ക്കൊപ്പമാണ്, ഇസ്രായേലിനൊപ്പമാണ്. മോദി ഇസ്രായേലിലേക്ക് പോയിട്ട് അധിക ദിവസമായിട്ടില്ലെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു മോദി പറഞ്ഞാൽ എന്തായാലും ഇറാൻ കേൾക്കാൻ പോകുന്നില്ല. അതേസമയം നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല. നിങ്ങൾ അറിയപ്പെടുന്ന ഇസ്രായേൽ അമേരിക്കൻ വിരുദ്ധരായതുകൊണ്ട്, നിങ്ങളുടെ പാർട്ടി ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന ഒന്നായതുകൊണ്ട് തീർച്ചയായും ഇറാൻ കേൾക്കാതിരിക്കില്ല. മാത്രമല്ല, ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഹൂത്തികളെയും ഒക്കെ നിങ്ങൾ പോരാളികൾ എന്നല്ലേ വിശേഷിപ്പിക്കുന്നത്? മോദി പക്ഷേ ഇവരൊക്കെ ഭീകര സംഘടനകളാണ് എന്ന് പറയുന്നു. ഈ സംഘടനകളെ അടിച്ചമർത്തുന്ന ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി മോദിയെ സ്വീകരിക്കാൻ എയർപോർട്ടിലെത്തി കെട്ടിപ്പിടിച്ച് പാർലമെന്റിൽ മോദി വരുമ്പോൾ സകലരും എണീറ്റ് നിന്ന് കൈയടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ഒരു മോദി വിചാരിച്ചാൽ ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കേണ്ടത് ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ കമ്മ്യൂണിസത്തിൻ്റെ ജനാധിപത്യ വേഷനായ CPIMൻ്റെ നേതാക്കൾ തന്നെയാണ്. ദയവായി നിങ്ങൾ വേണ്ടത് ചെയ്യുക. ഇക്കാര്യം എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു പ്രേക്ഷകനാണ്. ഞങ്ങളുടെ ലേഖകൻ പീയൂഷിന് ഒരു വോയിസ് അയച്ചു കൊടുത്തിട്ട് എനിക്ക് കൈമാറണമെന്ന് പറഞ്ഞു. അതിൽ പറയുന്നതാണ് വാസ്തവം. ദയവായി കേൾക്കുക. ഈ മെസ്സേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഒന്ന് ഷാജനെ കേൾപ്പിക്കണം. കാരണം ഇന്നലെ മറ്റോ ഇയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, VD സതീശൻ്റെ. അതായത് മിഡിൽ ഈസ്റ്റിലുള്ള മലയാളികളെ അടക്കം എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി മോദി എന്തെങ്കിലും ചെയ്യണം, ഇപ്പോൾ അവിടെ യുദ്ധം നടക്കുകയെന്നല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു പാകപ്പാട് തോന്നിയതിൽ. കാരണം എന്താ പറഞ്ഞാൽ ഈ മോദിയെ കുറിച്ച് ഓർക്ക് നല്ല അഭിപ്രായമൊന്നുമില്ല. ആർക്ക് ഈ ഇത് മിസൈൽ അയക്കുന്ന ഇറാൻകാർക്കോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഹൂതികൾക്കോ ഹമാസിനൊന്നും വളരെ മോശമായ അഭിപ്രായമാണ് മോദിയെ കുറിച്ച്. മോദി പറഞ്ഞാലൊന്നും അവർ ഈ മിസൈൽ നിർത്തൂല, അവരടിച്ചുകൊണ്ടിരിക്കും. അതേ സമയത്ത് ഈ ഹമാസിനെ കുറിച്ചും ഹൂതികളെക്കുറിച്ചുമൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് ഈ ഉണ്ണിത്താൻ പറഞ്ഞിരുന്നു നെതന്യാഹുവിനെ യുദ്ധക്കുറ്റവാളിയായിട്ട് വിചാരണ ചെയ്യണമെന്ന്. അപ്പം ഈ മോദി ഇപ്പോൾ ഹമാസോട് ഇവരെക്കുറിച്ച്, ഉണ്ണിത്താനെക്കുറിച്ച്, മുരളിയെക്കുറിച്ച്, പിന്നെ രമേശ് ചെന്നിത്തലയെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും വളരെ നല്ല മിടുക്കന്മാരാവരെന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഈ മലയാളികളുടെ സ്ഥലത്തേക്ക് മിസൈൽ അയക്കുന്നതൊക്കെ ഇറാൻ നിർത്തും. അപ്പോൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ശേഷം മോദി തരൂറിനെയും ബ്രിട്ടാസിനെയൊക്കെ എല്ലാ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് അയച്ചതുപോലെ ഇവരെ സതീശന, രമേശിന, മുരളീനെയൊക്കെ ഗാസയിലോ എവിടെയെല്ലാം അയച്ചിട്ട് ഹമാസോട് പറയുക, ഈ അറബിക് കഥയോ എന്താ ഒരു ശ്രീനിവാസൻ്റെ ഒരു പണ്ടത്തെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ ഒരു ചൈനക്കാര്യത്തിനെ കാണുമ്പോൾ ശ്രീനിവാസൻ പറയുന്നവളോട് എന്തെന്ന് അറിയുമോ, ഇന്ത്യയും ചൈനയും യുദ്ധം ചെയ്തപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ഭാഗത്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുമാതിരി ഇവർ പറയണം ഞങ്ങൾ നിങ്ങളുടെ ഭാഗത്തായിരുന്നു എപ്പോഴും, അത് കാരണം നിങ്ങൾ ഞങ്ങളെ മലയാളികളുള്ള സ്ഥലത്തേക്കൊന്നും മിസൈൽ അയക്കരുതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഹമാസും ഇറാനിലെല്ലാം കേട്ടിട്ട് മിസൈൽ അയക്കുന്നത് നിർത്തും. അപ്പോൾ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ നല്ല ബന്ധങ്ങൾ ഉപയോഗിച്ച് ഈ നമ്മളെ ആൾക്കാരെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.